തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ പൈലിംഗ് യന്ത്രം ട്രാക്കിലേക്ക് ചരിഞ്ഞ അപകടത്തെ തുടർന്ന് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഗതാഗതം നിർത്തി യന്ത്രം ഉയർത്താൻ ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി അപർണ കേസ് ചേരുന്നുണ്ട്. അപർണ, എപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത്? നിലവിൽ ഗതാഗതമൊക്കെ പുനഃസ്ഥാപിക്കാനുള്ള നടപടികളൊക്കെ അധികൃതർ എടുത്തിട്ടുണ്ടോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ പൈലിംഗ് നടത്തുന്ന യന്ത്രം റെയിൽവേ ട്രാക്കിലേക്ക് ചെരിഞ്ഞത്. ഇതോടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. യന്ത്രം ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷന് 2 സൈഡിലുമായി വികസന പ്രവർത്തനം നടത്തി വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ട് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് പൈലിംഗ് നടത്തുന്ന യന്ത്രമാണ് ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കിന് കുറുകെ വീണിരിക്കുന്നത്. എന്തായാലും അപകടങ്ങളോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ താൽക്കാലികമായിട്ട് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഗതാഗതം മാത്രമാണ് നിർത്തിവെച്ചിരിക്കുന്നത്. ഇത് ഈ പൈലിംഗ് യന്ത്രം തിരികെ എടുക്കുന്നതോടുകൂടി തന്നെ അവിടെ വീണ്ടും ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതാണ്. എന്തായാലും ഇത് ട്രാക്കിലേക്ക് ചെരിഞ്ഞ യന്ത്രം എടുക്കാനുള്ള നടപടികളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ് പൈലിംഗ് യന്ത്രം ട്രാക്കിലേക്ക് ചരിഞ്ഞൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടത്തെ തുടർന്ന് ഇപ്പോൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. യന്ത്രം ഉയർത്താനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് അപർണ കേസാണ്.